ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവഗണനയാണ്. ഈ പെണ്ണുങ്ങളൊക്കെ കരുതിക്കൊള്ളി, ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാണുണ്ടെങ്കിൽ ആ ആണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അയാൾ പരിഗണിക്കപ്പെടേണ്ട സ്ഥലത്ത് അയാൾ അവഗണിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. നാട്ടിലെ പ്രമാണിയായ ഒരാള് യശാനിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാതെ പള്ളിയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരുത്തപ്പോ പള്ളി പൂട്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി പോകേണ്ട ഒരു ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്താ പോവാത്തേന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. ജോലിക്കാരൻ പിന്നെയും പണിയൊക്കെ തീർത്തിട്ട് വാതിലടച്ച് പോണല്ലോ. ജോലിക്കാരൻ ഒന്നുകൂടെ ചോദിച്ചു, എന്താ കാക്ക പോവാത്തേ? അപ്പൊ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോവും. പിന്നെ ഇയാള് കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പോകാതെ ആയപ്പോ ഈ ജോലിക്കാരൻ ചോദിച്ചു, നമുക്കെന്നാ പോവല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് വീട്ടിക്ക് പോവാൻ തോന്നുന്നില്ല, വീട്ടിക്ക് പോവാൻ തോന്നുന്നില്ല, എങ്ങട്ടേലും പോയാലും തോന്നുകയാണ്. ആരാണ്? നാട്ടിലെ പ്രമാണിയാണ്. നാട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്കാണ് ആളുകൾ വരാറുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കിന് ആ നാട്ടിൽ വിലയുണ്ട്. അങ്ങനെയുള്ള ആളാ പറഞ്ഞത്, എനിക്ക് വീട്ടിൽ പോവാൻ തോന്നുന്നില്ല, ഞാൻ എങ്ങട്ടേലും പോയാലോ എന്ന് ആലോചിക്കാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെന്താ ചേരെ? അപ്പൊ പറയണേ, വീട്ടിൽ ആർക്കും ഇന്ന വേണ്ട, ഞാൻ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലെ സംസാരങ്ങൾ തീരും, ഞാൻ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലെ ചിരികൾ അവസാനിക്കും, ഞാൻ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലെ കൂട്ടങ്ങൾ അവസാനിക്കും, ഞാൻ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെയല്ലോ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ വീട്ടുകാരൊക്കെ വഴിമാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് തോന്നുക, എന്തിനാ വീട്ടുകാർക്ക് ഒരു ഭാരമായിട്ട്? അവരെപ്പോഴും കൂടിയിരിക്കട്ടെ, അവരെപ്പോഴും ചിരിക്കട്ടെ, അവരെപ്പോഴും സന്തോഷിക്കട്ടെ. ഞാൻ അവരുടെ ചിരിക്കും സന്തോഷത്തിനും ഒരു തടസ്സമാകുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അവിടെ പോകുന്നത്? ഞാൻ എങ്ങട്ടേലും പോട്ടെ എന്ന് വിചാരിക്കാണ്. ഞാൻ ഇത് പറയുമ്പോ എന്റെ മുമ്പിലും പിന്നിലുമായി ഇരിക്കുന്ന ഒരുപാട് ബാപ്പമാർക്ക് പറയാണ്ട് കേട്ടോ, പൊന്നാര മക്കളെ, ഒരുപാട് ബാപ്പാർക്ക് പറയാണ്ട്. മൗലവി, അത് നിങ്ങൾ പറഞ്ഞ ആചാരം മാത്രം പ്രശ്നമല്ല, എനിക്കൊക്കെ പലവട്ടം തോന്നിക്കണ് നമ്മളെ വീട്ടിലും ആ പ്രശ്നം ഇടക്കിടക്ക് ഉണ്ടാവുന്നുണ്ട്. അത് എന്താ പറഞ്ഞത്? ഈ ആളുകൾ എന്താ പറയാറോ, അതെ ഓളും കുട്ടികളൊക്കെ പണ്ട് ഒന്നയക്കാണ്, ഇപ്പൊ ഞാൻ വേണ്ട, അത് മക്കൾ തീരുമാനിക്കും, ഓളോട് പറയും, ഓളും മക്കളും കൂടി ചെയ്യും. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞ് നടക്കല്ലാതെ എന്താ നമുക്ക് വീട്ടിൽ യാതൊരു റോളും ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ സമയം അരമണിക്കൂറായതുകൊണ്ട് എനിക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീർക്കട്ടെ.